ഞാൻ പതിവായിട്ട് പേഷ്യൻസിൻ്റെ അടുത്ത് ക്ഷീണമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം പലപ്പോഴും പ്രത്യേകിച്ചും സ്ത്രീകളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, "ആ ക്ഷീണമൊക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ടല്ലോ. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ക്ഷീണമൊക്കെ ഉണ്ട്" എന്ന് പറയും. അപ്പം പലപ്പോഴും ക്ഷീണത്തെ എല്ലാവരും വളരെയധികം സാധാരണമായിട്ടാണ് കരുതുന്നത്. ചിലപ്പോൾ അവരുടെ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ക്ഷീണം എന്ന് പറയണത് പലപ്പോഴും അമിത ജോലി കൊണ്ടോ അല്ലെങ്കിൽ ഉറക്കക്കുറവ് കൊണ്ടോ മാത്രമായിരിക്കില്ല. ക്ഷീണത്തിന് പല കാരണങ്ങളുണ്ടാവാം. അതായത് പലപ്പോഴും വെള്ളം കുടിക്കുന്നത് കുറഞ്ഞിട്ട് ക്ഷീണം തോന്നാം. അതുപോലെ തന്നെ ചില രോഗങ്ങളുടെ ഭാഗമായിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രമേഹം കൊണ്ടൊക്കെ ക്ഷീണം തോന്നാം. പിന്നെ പലപ്പോഴും ഡെഫിഷ്യൻസികൾ, പല പോഷകാഹാരക്കുറവ് മൂലം ക്ഷീണം തോന്നാം. പിന്നെ അതുപോലെ തന്നെ രക്തത്തിലെ അയേണിൻ്റെ കുറവ്, അതുപോലെ പല ദീർഘകാല രോഗങ്ങൾ, അതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ക്ഷീണം തോന്നാം. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം സ്ഥിരമായിട്ട് നിങ്ങളുടെ അടുത്ത് ക്ഷീണത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്താൻ ശ്രമിക്കണം. നന്നായി വിശ്രമിച്ചിട്ടും ക്ഷീണം മാറുന്നില്ലെങ്കിൽ നിസ്സാരമായി കരുതരുത്.